2025 ബാങ്ക് എക്സാമുകളുടെ കലണ്ടർ വന്നിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ വളരെ കൃത്യമായി ജനുവരി 15 IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.ibbs.in കലണ്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കലണ്ടറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂഗാർഡ്. ഞാൻ കലാദീപക്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ഒക്കെ പ്രിപ്പറേഷൻ ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും, ഇപ്പോൾ എന്താണ് നമ്മൾ വല്ല രജിസ്ട്രേഷനോ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ജൂൺ 1st വീക്ക് തൊട്ട് നോട്ടിഫിക്കേഷൻസ് വരും. അന്നേരമാണ് നമ്മൾ IBPSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ പരീക്ഷയ്ക്ക് അപ്ലൈ ഒക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ അറിഞ്ഞിരിക്കുക, അതായത് എക്സാംസ് വരുന്നുണ്ട്, ഇന്ന ഡേറ്റുകളിലാണ്, അതനുസരിച്ച് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഡേറ്റ്സ് ആണ് ഈ വന്നിരിക്കുന്നത്. ഈ കലണ്ടറിന്റെ ടെൻറ്റേറ്റീവ് കലണ്ടർ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ മിക്കപ്പോഴും ഈ ഡേറ്റുകളിൽ തന്നെ എക്സാംസ് വരാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് എക്സാം ഡേറ്റ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കലണ്ടർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ നമുക്ക് കാണാം അല്ലെ. ഫസ്റ്റ് ടേബിളിൽ 1 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് RRB എന്ന് കാണാം. RRB എന്ന് പറഞ്ഞാൽ റീജിയണൽ റൂറൽ ബാങ്ക് അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകൾ പറയുന്നതാണ്. അപ്പോൾ ഈ ഗ്രാമീണ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് IBPS പ്രത്യേകം എക്സാംസ് കണ്ടക്ട് ചെയ്യും. യൂഷ്വലി ജൂൺ 1st വീക്കിനാണ് കുറേ വർഷങ്ങളായിട്ട് ഗ്രാമീൺ ബാങ്കുകളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ക്ലറിക്കൽ പോസ്റ്റിലേക്കോ ഓഫീസർ പോസ്റ്റിലേക്കോ ഉള്ള കമ്പൈൻ നോട്ടിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 3 കോളം ആ ടേബിളിൽ കാണാം. ഫസ്റ്റ് കോളത്തിൽ അവർ പറയുന്നത് ഓഫീസർ സ്കെയിൽ 1. ഓഫീസർ സ്കെയിൽ 1 എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജർ ലെവലിലേക്കുള്ള പോസ്റ്റ്. അതിന് 2 ലെവൽ എക്സാം ഉണ്ട്. അതിന് 2 ലെവൽ എക്സാം ഉണ്ട്, പ്രിലിംസ് മെയിൻസ്, അങ്ങനെ 2 ലെവൽ എക്സാം. അപ്പോൾ ഫസ്റ്റ് റോ നോക്കുമ്പോൾ ഓഫീസർ സ്കെയിൽ 1ന്റെ പ്രിലിംസിന്റെ ഡേറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡേറ്റ്സ് പറയുന്നത് ജൂലൈ 27 അതുപോലെ തന്നെ ഓഗസ്റ്റ് 2 and 3 ആണ്. അപ്പോൾ ഒരു പൊട്ടിക്കുന്ന ഡേറ്റ് നേരത്തെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ ജൂലൈയിലൊന്നും വന്നിട്ടില്ല. ഓഗസ്റ്റ് 1st വീക്സ് അല്ലെങ്കിൽ 2nd വീക്ക് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്തവണ ജൂലൈ ലാസ്റ്റ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 27 ഓഗസ്റ്റ് 2 and 3. ഇത് പ്രിലിംസ് ആണല്ലോ. ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് അടുത്ത മെയിൻസ് വരാൻ പോകുക സെപ്റ്റംബർ 13 തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളം നമ്മൾ നോക്കുമ്പോൾ ഓഫീസർ സ്കെയിൽ 2 സ്കെയിൽ 3 എന്ന് കൊടുത്തിരിക്കുന്നതാണ്. അത് ഫ്രഷേഴ്സിനുള്ളതല്ല, എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. ലൈക്ക് സ്കെയിൽ 1 ലെവലിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ 2ലേക്ക് എഴുതാം, സ്കെയിൽ 2 എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സ്കെയിൽ 3ലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ്. അതിന്റെ കേസ് നമുക്ക് ഒറ്റ ലെവൽ എക്സാമേ ഉള്ളൂ. ഒരു എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ, അതുകൊണ്ട് തന്നെ സിംഗിൾ ലെവൽ എക്സാമിനേഷൻ ആണ്. അതിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ 13 ആണ്. ഇനി മൂന്നാമത്തെ കോളം വരുന്നത് ഓഫീസ് അസിസ്റ്റന്റ്, അതായത് ക്ലറിക്കൽ പോസ്റ്റിന് പറയുന്നതാണ് ഓഫീസ് അസിസ്റ്റന്റ്. അതിന് നമുക്ക് 2 ലെവൽ എക്സാം ഉണ്ട്, പ്രിലിംസും മെയിൻസും. അവിടെ ഫസ്റ്റ് റോ പ്രിലിംസിന്റെ ഡേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 30 സെപ്റ്റംബർ 6 and 7. അപ്പോൾ അവിടെയും ഒരു വ്യത്യാസം ചെറുതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓഗസ്റ്റ് 1st 2nd വീക്സിലായിട്ട് തീരും. അതൊന്ന് ഓഗസ്റ്റ് ലാസ്റ്റ് വീക്ക് സെപ്റ്റംബർ 1st വീക്കിലേക്ക് ആയി എന്നുള്ളൊരു ഡിഫറൻസ് ഉള്ള ചെറിയൊരു വ്യത്യാസം. ഓഗസ്റ്റ് 30 സെപ്റ്റംബർ 6 and 7. അതിന്റെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് വരാൻ പോകുന്നത് നവംബർ 9 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് PSB എന്നാണ് അല്ലെ. PSB എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടർ ബാങ്ക്. നമ്മുടെ നാഷണലൈസ് ബാങ്ക്സ് ഉണ്ടല്ലോ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, അങ്ങനെ ഒരു 11 ഉണ്ട്. ഇതിനെല്ലാം കൂടെ IBPS ക്ലബ് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന എക്സാം ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് കോളം കാണാം പ്രൊബേഷണറി ഓഫീസർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി, അതായത് PO. അവരാണ് അഗൈൻ മാനേജർ ലെവലിലേക്ക് പോകുന്ന പോസ്റ്റിനെ പറയുന്നത്. അവിടെ നമുക്ക് പ്രിലിംസ് മെയിൻസ് 2 ലെവൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് റോ വരുന്നത് പ്രിലിംസ് ഒക്ടോബറിലേക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് അഗൈൻ കുറെ വർഷങ്ങളായിട്ട് വലിയ ഒക്ടോബറിൽ തന്നെയാണ് IBPS POയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസം നമ്മൾ കാണുന്നില്ല. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് അവർ മെയിൻസ് നവംബർ 29 പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കോളം പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്നാണ്, അതായത് SO എന്ന് ചുരുക്കി പറയും. ഈ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഓർത്തോണം എല്ലാവർക്കും എഴുതാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ എക്സാംസിനും വരുന്ന എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രിയാണ്. ബട്ട് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ അങ്ങനെയല്ല, ബാങ്കിൽ തന്നെയുള്ള 6 പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വിളിക്കുന്നതാണ്. അതിന്റെ കറസ്പോണ്ടിങ് ഹയർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. IT, HR, മാർക്കറ്റിംഗ്, ഹിന്ദി ലാംഗ്വേജ്, ലോ, അഗ്രികൾച്ചർ, ഇതാണ് 6 ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നത്. അപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസറിന്റെ പ്രിലിംസിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് നവംബർ 22-23. അതും കഴിഞ്ഞ വർഷമൊക്കെ നവംബറിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് ജനുവരി 1st കൊടുത്തിട്ടുണ്ട്. ജനുവരി 1st അല്ല, ജനുവരി 4th കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കോളം വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് CSA എന്നാണ്. അതായത് ക്ലർക്കാണ്. കഴിഞ്ഞ വർഷം വരെ ആ ഒരു കോളത്തിൽ നമ്മൾ കാണുക ക്ലർക്ക് എന്നായിരുന്നു. ഇത്തവണ ഡിസിഗ്നേഷനിൽ ഒരു മാറ്റം വരുത്തി, ക്ലർക്ക് തന്നെയാണ്, പക്ഷെ ആ പേരിൽ അവരൊന്ന് മോഡിഫൈ ചെയ്തു, കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്നാക്കി CSA. ഓക്കെ, അതിന്റെ പ്രിലിംസ് വരുന്നത് ഡിസംബറിലേക്കാണ്. ഡിസംബർ 6, 7, 13, 14 അങ്ങനെ 4 ഡേറ്റ്സും. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർക്ക് മെയിൻസ് ഫെബ്രുവരി 1st ആണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു കാലണ്ടറിൽ നമ്മളൊരു മേജർ ചേഞ്ച് കാണുന്നത് ഇവിടെയാണ്, അതായത് ഈ IBPSന്റെ ക്ലർക്ക് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റിന്റെ ഡേറ്റിലാണ്. കാര്യം ഇതിനു മുൻപുള്ള വർഷങ്ങളെല്ലാം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ 1st വീക്കിൽ നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഡിസംബറിലേക്ക് ആയി എന്നുള്ളൊരു മാറ്റമുള്ളൂ. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പ്രിപ്പറേഷൻ അത്രയും കൂടുതൽ സമയം കിട്ടുമല്ലേ. എന്തായാലും എക്സാം വരുന്നുണ്ട്. ഇനി പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഈ കലണ്ടറിൽ നമ്മൾ കണ്ടത് ഗ്രാമീൺ ബാങ്ക് ക്ലർക്ക് PO അതുപോലെ തന്നെ IBPS ക്ലർക്ക് POയുടെ ഒക്കെയാണ് അല്ലെ. ഈ കലണ്ടറിന് പുറമേ നമുക്ക് ഒരു വർഷം ബാങ്ക് എക്സാംസ് ഉണ്ട്. SBI ക്ലർക്ക് PO ഈ വർഷം ലാസ്റ്റ് കുറെ വർഷങ്ങളായിട്ട് SBI ക്ലർക്കിന്റെയും POയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വർഷം
വർഷാവസാനമാണ് വരുന്നത്. അതുപോലെ തന്നെ 2025 ലാസ്റ്റിലേക്കും നമുക്ക് അഗെയിൻ SBI ക്ലർക്ക് SBI പിയുടെ നോട്ടിഫിക്കേഷൻസ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫെഡറൽ സൗത്ത് IDBI തുടങ്ങിയ ബാങ്കുകളുടെ എക്സാം, അതുപോലെ തന്നെ ഇൻഷുറൻസ് ലെവൽ ലൈക്ക് NICL UIC LICയുടെ ഒക്കെ അങ്ങനെ ധാരാളം എക്സാംസ് ഈ കലണ്ടറിന് പുറമേയും വരാനിരിക്കുകയാണ്. വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 2025 നമുക്ക് ധാരാളം ബാങ്ക് എക്സാംസ് വരാനിരിക്കുകയാണ്. എല്ലാ എക്സാംസിനും ഓർത്തോണം ഒരേ സബ്ജക്റ്റും ഒരേ സിലബസുമാണ്, സെയിം റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GA. അതുകൊണ്ട് തന്നെ ഒറ്റ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങളുടെ മുൻപിൽ ധാരാളം അവസരങ്ങൾ ഇരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ റിക്രൂട്ട്മെന്റ് പ്രോസസ് വളരെ ക്വിക്ക് ആണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ബാങ്ക് എക്സാംസ് ലക്ഷ്യമിടുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ ചെയ്യാൻ ഇരിക്കരുത്, സമയം കിട്ടത്തില്ല. ഇപ്പൊ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സഫീഷ്യന്റ് ടൈം തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലുണ്ട്. ഈ സബ്ജക്ട്സ് പ്രോബ്ലമാറ്റിക് ആണ്, എക്സാംസ് ഓൺലൈൻ ആണ്, സമയപരിധി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രിപ്പറേഷൻ അനുസരിച്ചാണ് നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുക. എഡ്യൂകാണറ്റ് ഓൺലൈനായി ബാങ്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോക്ക് എക്സാം, ഡെയിലി വീക്ക്ലി GA, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി 24/7 നമ്മുടെ അസിസ്റ്റൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. 2 months ക്രാഷ് കോഴ്സ്, അതുപോലെ തന്നെ 6 months 1 year ലൈഫ് ടൈം പാക്കേജസും നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ താഴെ കാണിച്ചിരുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.